കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട ആ സഹോദരൻ, ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാതായ ഒരു പെൺകുട്ടി, അവർ രണ്ടുപേരും ഒരർത്ഥത്തിൽ മരണത്തെ മുൻകൂട്ടി കണ്ട ചെറുപ്പക്കാരൻ ജെൻസൺ. അല്ലാതെ ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ പറയാൻ പറ്റില്ല. കാരണം ഈ വാക്കുകളിൽ ശ്രുതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രത്തോളം ജീവിതത്തിൽ അനുഭവിച്ച മറ്റൊരു പെൺകുട്ടി ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഇതിനു മുന്നേ ഉണ്ടായ ഒരു ഉരുൾപൊട്ടലുണ്ടായി, പുത്തുമല. അതുമായി ബന്ധപ്പെട്ട് അവരുടെ വീട് നശിക്കുകയും രണ്ടാമത് വർഷങ്ങൾക്ക് ശേഷം അവർ വേറൊരു വീട് വയ്ക്കുകയും ചെയ്തു. അവസാനം ഈ കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ വീടും അതുപോലെ തന്നെ ആ വീട്ടുകാരും എല്ലാവരും ശ്രുതിയെ തനിച്ചാക്കി പോയി. അവസാനം നീണ്ട 10 വർഷത്തെ പ്രണയത്തിന് ശേഷം അവർ വിവാഹം നിശ്ചയിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചു. അപ്പോഴാണ് ഈ വയനാട് ദുരന്തം ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ഈ സഹോദരൻ ഒരിക്കലും അവളെ കൈവെടിയാതെ അവളോടൊപ്പം തന്നെ നിന്നു. അതാണ് ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു വലിപ്പം. പക്ഷേ ആ കുട്ടിക്ക് അത് ജീവിതത്തിൽ അനുഭവിക്കാനുള്ള ഭാഗ്യം ദൈവം കൊടുത്തില്ല. അടുത്ത പരീക്ഷണം കൂടി. ഇനി ആ കുട്ടിയുടെ അവസ്ഥ എന്താണ്? ആരെങ്കിലും അതൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്തായിരിക്കും ഇനി ഇപ്പോൾ അവരുടെ മാനസികാവസ്ഥ? സാധാരണ ഒരു സ്ത്രീയാണെങ്കിൽ ഇത് നോർമലി ഒരു പുരുഷനേക്കാൾ കൂടുതൽ സഹിക്കാനും ക്ഷമിക്കാനുള്ള കഴിവ് ദൈവം കൊടുത്തിരിക്കുന്നത് സ്ത്രീക്ക് തന്നെയാണ്. അത് നമുക്കൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ശ്രുതി. ഇത്രത്തോളം ദുരന്തങ്ങൾ സ്വന്തം ജീവിതത്തിൽ ഉണ്ടായിട്ടും അവൾ പിടിച്ചു നിൽക്കുന്നു. അപ്പോൾ അവളെ നമുക്ക് ആ ഒരു രീതിയിൽ സഹിക്കാൻ കഴിയുന്ന അവളെ നമ്മൾ ധീര എന്ന് തന്നെ നമുക്ക് പറയാനേ പറ്റുള്ളൂ. പക്ഷേ അവളുടെ നഷ്ടങ്ങളെന്നും നഷ്ടങ്ങൾ തന്നെയാണ്, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത നഷ്ടങ്ങൾ. കുടുംബം നഷ്ടപ്പെട്ടു. അതുപോലെ ആകെ ഉണ്ടായിരുന്ന ഒരു സ്നേഹിതൻ. മറ്റൊരു വേദന എന്താണെന്ന് വെച്ചാൽ, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ മക്കൾ മരണപ്പെട്ടു പോവുക എന്നതാണ്. അത് ഒരു മാതാപിതാക്കൾക്കും ഒരു രീതിയിലും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു മരണത്തിന് നമ്മളെല്ലാവരും ഒരുപാട്, ഇതാര് കേട്ട് കഴിഞ്ഞാലും അവർക്കെല്ലാം ദുഃഖം ഉണ്ടാകുന്ന ഒരു വാർത്ത തന്നെയാണിത്. അത്ര നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് ആ പയ്യൻ. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ അവനെ കൂടുതൽ ജീവിതത്തിലേക്ക് അവൻ്റെ സ്നേഹവും അവൻ്റെ പരിചരണവും ലഭിക്കുവാൻ ആ മാതാപിതാക്കൾക്കോ വരാനിരുന്ന ആ ഭാര്യയായ ശ്രുതിക്കോ ദൈവം കൊടുത്തില്ല. ദൈവത്തിൻ്റെ വിളിക്ക് അവൻ പോകേണ്ടി വന്നു. ഒരുപാട് മരണങ്ങൾ ഇതുപോലെ ആക്സിഡൻറ്റിൽ സംഭവിക്കുമെങ്കിലും നമ്മളെല്ലാവരെയും ഇതേ രീതിയിൽ വേദനിപ്പിച്ചിട്ടുള്ള വേറൊരു മരണം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. ഇതുപോലെ തന്നെയാണ് അർജുൻ. ഇപ്പോൾ ഈ കുറച്ച് കാലങ്ങളായിട്ട് ദുരന്തങ്ങൾ മാത്രമാണ് നമ്മളുടെ കണ്ണിലും അതുപോലെ നമ്മുടെ ചെവിയിലും കേൾക്കുന്നത്. അത് ദൈവം ആ ഒരു രീതിയിലേക്ക് എന്തുകൊണ്ട് മാറി എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ എങ്ങനെ നോക്കിയാലും ഒന്ന് കഴിയുമ്പോൾ അടുത്തത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. എല്ലാവരെയും ദൈവം കാക്കട്ടെ. അതാണ് നമുക്കും പറയാനുള്ളത്.